സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്ന് അനുമതി കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നത്. ഇതുവരെ കൊടുക്കാതിരുന്ന എന്താ? അള്ളാഹു റസൂലിനോട് കുറേ കാലം ഇതിങ്ങനെ കേരളത്തിലൊരു വലിയ കച്ചവടക്കാരുണ്ട് കാന്തപുരം, മൂപ്പർക്കൊന്ന് ഇത് കൊടുക്കാൻ പൂതിയുണ്ട് എന്ന് ഹസ്രജി പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ട് കുറെ കാലായി. കിട്ടിയില്ല, അത് കിട്ടിയില്ല. ഇപ്പൊ കിട്ടി. അത് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഹസ്രജി പറഞ്ഞതായി, കാന്തപുരത്തോട് പറഞ്ഞതായി, പേരോട് കേട്ടതായി പേരോട് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നിട്ട് ഹസ്രജിയോട് പറയാ, എന്ത്, ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കണം എന്ന് പറയാ. അപ്പം കാന്തപുരം തരക്കേടില്ലല്ലോ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ അബുദാബിയിലെ കച്ചവടക്കാരനായ ഹസ്രജി എല്ലാരോടും പറയുന്ന കാര്യമായത്. അയാൾ ആർക്കൊക്കെ മുടി കൊടുക്കുന്നുണ്ടോ ഓലോടൊക്കെ അദ്ദേഹം ഇത് പറയും. ഇത് ഗ്രാൻഡ് മുഫ്തിക്കോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാർക്കോ മാത്രം കൊടുക്കണമെന്നല്ല, മൂപ്പർക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്നോ കൊടുക്കും. ഇതാ നിങ്ങൾക്ക് കാണാം, സുഡാനിലെ നഫീസ അഹമ്മദ് അലി. ഞാൻ അവരെ പറ്റി കൂടുതലൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താല്പര്യമുള്ള ആളുകൾക്ക് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഓരോ പാട്ടും ഡാൻസും ഒക്കെ കാണണമെങ്കിൽ. നഫീസ അഹമ്മദ് അലി എന്ന് പറയുന്ന പെണ്ണുങ്ങൾക്ക് ഇതേ മുടി, ഇതേ സനദ് വായിച്ചുകൊണ്ട് ഈ ഹസ്രജി കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. أعضاء مجلس أمناء الخزانة الخزرجية انتقال وسيتم تسليمها الآن إلى السيدة الشيخة نفيسة بنت علي المزير. السند الشريف بسم الله الرحمن الرحيم. السند الشريف بسم الله الرحمن الرحيم. وبعد فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا. നേരത്തെ വായിച്ചതുപോലെ വഹാദാ സനദും മിന്നി അസ്സനദ് ഷരീഫ് എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെയും തുടങ്ങുന്നത്. ഇത് സനദാണ് എന്നാണ് അതിൽ എഴുതിയത്. പക്ഷെ ഇവിടെ വില പോകാതെ വന്നപ്പോഴാണ് കാന്ത പേരോട് എന്താക്കിയത്, അത് നെസബയാണ്, അതും മനസ്സിലാവൂല എന്ന് നമ്മളോട് പറയണേ. മനസ്സിലാതെ പോയത് ആർക്കാ? അദ്ദേഹത്തിനാണ് മനസ്സിലാകാതെ പോയത്, കാന്തപുരത്തിനാണ് മനസ്സിലാകാതെ പോയത്. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കുക, മുടി കൊടുക്കുന്നത് الدكتور الشيخ أحمد بن الجهبن النحريري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيدي الشيخ محمد. شيخ نفيسة تقبلين تحمل الأمانة وحفظها؟ الله التثبيت أدعو لي حملها الإنسان، لكن نسأل الله لا أكون ظلوما ولا جهولا. الله أكبر، الله أكبر، الله أكبر، ما شاء الله. اللهم صل على سيدنا النبي. ما شاء الله، ما شاء الله. അതൊക്കെ കരച്ചിലടക്കാൻ കഴിയണില്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ മുടിയല്ലേ കിട്ടിയത്, റസൂലുള്ളാഹിനെ കിട്ടിയ മാതിരിയല്ലേ. അതുകൊണ്ടാണ് പെരും കരച്ചിൽ കരയണത്. എന്നിട്ട് അതിന്റെ ബാക്കി ഒപ്പിടലും പരിപാടികളൊക്കെയാണ് പിന്നെ നടക്കുന്നത്. അത് നമ്മൾ വിഷയ ബന്ധപ്പെടാത്തതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇവിടെയും ഈ സ്ത്രീക്ക് ഈ മുടി കൊടുത്തു. ഈ മുടി കൊടുത്തപ്പോ ഈ സനത് വായിച്ചു. സനത് വായിച്ചിട്ട് ഈ മുടി കിട്ടിയ സ്ത്രീ പിന്നീട് ഈ മുടിയെക്കുറിച്ച് ആളുകളോട് പറയുന്നുണ്ട്, എനിക്ക് മുടി തന്നതാരാണ്, ഈ മുടി കിട്ടിയത് എവിടെ നിന്നാണ് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ കേട്ട ആ പാട്ടിന്റെ ഭാഗം. ആ സ്ത്രീയുടെ ഒരു പാട്ടും അതേപോലെ ആ സ്ത്രീ ഇതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരാ മുടി തന്നത്? ഈ മുടിയെ കുറിച്ചൊക്കെ അതിന്റെ മുന്നേ പറയുന്നുണ്ട്. അപ്പൊ ആരാ അങ്ങക്ക് മുടി തന്നത്? വഹു അഹമ്മദ് അൽ ഖസ്റജി. അഹമ്മദ് ഖസ്റജിയാണ് ആ മുടി തന്നത്. ഇനി ആ തന്നതിന്റെ കാരണമോ അതാ തുടർന്ന് പറയുന്നത്. الخزرجي له التحية. له التحية من هنا وله يعني كل الإعزاز والتقدير والاحترام. فهو يمتلك هذه الآثار النبوية الشريفة ويقول أنه يرى في المنام يعني هو يرى في المنام أن الحبيب صلى الله عليه وسلم يأمره أن يأتي فلان أو فلانة في المكان. അദ്ദേഹം ആണ് തന്നത്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്ന് പറയാണ്, എന്ത്, ഇത് ഇന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്ക്.
ഫുലാനോ ഫുലാന, ഒന്നുകിൽ ഇന്ന ആണിന് കൊടുക്ക് അല്ലെങ്കിൽ ഇന്ന പെണ്ണിന് കൊടുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്ത് വന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് കാന്തപുരത്തിന് കിട്ടിയത്, അങ്ങനെയാണ് നഫീസ താത്താക്കും കിട്ടിയത്. നോക്കൂ ഇനി ബാക്കി പറയുന്നത്. مكرمة ونحن نعتبر هذا كرم كبير أنك تمتلك أثر من أثر الحبيب المصطفى صلى الله عليه وسلم ولو അതൊരു വലിയ ആദരവല്ലേ എന്നാണ്. അതിനേക്കാൾ വലിയ ആദരവ് എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂൽ ഉറക്കത്ത് വന്നിട്ട് ഒരാളോട് പറയാണ്, നീ ഇന്നയാൾക്ക് മുടി കൊണ്ടു കൊടുക്ക്. നമ്മൾ അറിയണ പോലുമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് ഉറക്കൽ വന്ന് കൽപ്പിക്കുകയാണ് എന്നാണ്. അങ്ങനെ കിട്ടിയ മുടിയാണ് എന്നാണ് നഫീസ പറയുന്നത്. എന്നാൽ ഞാൻ ദീർഘമായി ഈ സ്വപ്നത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത്, അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ഇസ്ലാമിൽ അതിനുള്ള വില എന്താ? അത് ഈ സ്വപ്നം കണ്ടിട്ടാണ് കൊണ്ടുവന്നത്, സ്വപ്നം കണ്ടിട്ടാണ് തന്നത്, സ്വപ്നം കണ്ടിട്ടാണ് കിട്ടിയത്, റസൂൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ പേരോട് തന്നെ പറയുന്ന ഒന്ന് കേട്ടു നോക്കൂ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തിയാൽ മതി, മൂപ്പർക്ക് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണക്കാരെ ഓർമ്മപ്പെടുത്താൻ. അപ്പോ കാന്തപുരത്തിന്റെ കയ്യിൽ ഇപ്പൊ വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഇവിടെ പറഞ്ഞ മുടി, അത് കാന്തപുരത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനം എന്താ? സ്വപ്നാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് പേരോട് പറയുന്നത് എന്താ? ഇത് പിശാചിന്റെ കുതന്ത്രാണ്. പിന്നെ വളർന്നു എന്ന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് സ്വപ്നമാണ്, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഏത് ഉസ്താദ് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞാലും അത് ഇസ്ലാമുമായി ദീനുമായി അതിനൊരു ബന്ധവുമില്ല. അത് പിശാചിന്റെ കുതന്ത്രമാണ്. ഇതന്നെ നമ്മൾ പറഞ്ഞത്, ഇത് പിശാചിന്റെ കുതന്ത്രമാണ്. ഇങ്ങനെ ഒരു മുടിയുണ്ട്, ആ മുടിക്ക് ഇന്നൊക്കെ സംഗതികളൊക്കെ ഉണ്ട്, എന്നിട്ട് അതിട്ട് വെള്ളം കുടിക്കാം, അതിങ്ങനെ വളരും, അത് വളർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മുടി വിതരണം ചെയ്തുകൊണ്ടുള്ള സംസാരത്തിലെ രണ്ടാമത്തെ കളവ് എന്താണ്? ഇത് സ്വപ്നമാണ് എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിന് ഒരു വിലയുമില്ല എന്ന് പേരോട് തന്നെ പറഞ്ഞു.